അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ. എനിക്കും ആരോഗ്യ പ്രശ്നം അല്പമുണ്ട്. എന്ന് വെച്ചാൽ ഇന്നലത്തെ രാത്രിയിലത്തെ കിടപ്പ് ശരിയായില്ല. ഞാൻ കട്ടിലേലല്ല സാധാരണ കിടക്കുന്നത്, താഴത്ത് തിണ്ണേൽ ആണ് കിടക്കുന്നത്. അപ്പം ഇവിടെ ഇന്നലെ പാമ്പിൻ്റെയൊക്കെ ഒരു ശല്യം ഉണ്ടെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായത് കൊണ്ട് ഇന്നലെ ഞാൻ താഴത്തല്ല കിടന്നത്, കട്ടിലേലാണ് കിടന്നത്. അപ്പോൾ കട്ടിലേൽ ഈ കിടക്ക നിങ്ങൾക്കറിയാമല്ലോ, ഈ കിടക്കയും കട്ടിലുമൊക്കെ ഒരാളൊരു ഹെൽപ്പ് ചെയ്ത് കിട്ടിയതാണ്. ഹെൽപ്പല്ല, ഒരു സഹായം കിട്ടിയതാണ്. ഹെൽപ്പ് അത് തന്നെ സഹായമാണ്. എന്നാലും ഒരു മോൻ എനിക്ക് തന്നതാണ് ഈ കിടക്കയും കട്ടിലും. അപ്പം കിടക്ക അത്ര വലിയ ക്ലിയർ അല്ല. അൽഹംദുലില്ലാ, ഞാൻ നിശ്ചിച്ച് പറയുകയല്ല, ഇന്നലെ കിടന്നതിലൊരു ബുദ്ധിമുട്ട് തോന്നിയത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. കിടക്ക അല്പം നടുവ് കുഴിവുള്ള കിടക്കയാണ്. സാധാരണ നമ്മളുടെ കിടക്ക പോലെയുള്ള കിടക്കയല്ല ഇത്. ഒരു ഈ നടുക്കിങ്ങനെ അരികിലരികിൽ ഇങ്ങനെ കുഴി പോലെയുള്ള അധികം കട്ടിയില്ലാത്ത രീതിയിലുള്ള കിടക്കയാണ്. അപ്പം അതെങ്കിലും അത് തന്നതിന്, അത് കുട്ടിക്ക് ഒരു മനസ്സ് തന്നതിന്, എനിക്ക് കിട്ടിയതിന് പടച്ചവനോട് ഒരുപാട് നന്ദി പറയുന്നു, കൂടാതെ ആ മോനോട്. അപ്പം അത് നിശ്ചിച്ചിട്ട് ഞാൻ പറഞ്ഞതല്ല. അപ്പം അതിൽ കിടന്നിട്ട് എനിക്കൊരു ശരീരത്തിനൊരു സുഖം തോന്നുന്നില്ല. സാധാരണ ഞാൻ കട്ടിലേൽ അങ്ങനെ കിടക്കാറുമില്ല. ഒരുപാട് വർഷങ്ങളായി താഴത്താണ്. ഈ തണുപ്പൊക്കെ തോന്നുന്ന സമയത്തൊന്ന് ചെറുതായിട്ടൊന്ന് തുണി വിരിച്ച് കിടക്കും. ഇതല്ല എന്നുണ്ടെങ്കിൽ ചൂട് സമയത്താണെങ്കിൽ എത്രത്തോളം തിണ്ണേ കിടക്കാൻ പറ്റും അത്രത്തോളം തുണിയൊന്നും വിരിക്കാതെ കിടക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ആ ഡിസ്ക് തന്നെ മാറി ഞരമ്പിൻ്റെ പുറത്തിരിക്കണ ആ ഭാഗത്ത് ഭയങ്കര ഒരു മുളകരച്ച് തൂക്കും പോലെയുള്ള ഒരു നീറ്റലുണ്ട്, പിന്നെ അല്പം വേദനയും. അപ്പം ആ ഒരു കാര്യം ഒഴിച്ച് അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, ഹയറായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പം മഴേൻ്റെ കെടുതിയൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കണ കാര്യം. അപ്പം മഴ നല്ല പോലെ ഉണ്ട്. പകലൊരു 2, 2:30, 3 മണി വരെ, ഒരു 4 മണി വരെയൊക്കെ മഴക്കൊരു ശമനം ഉണ്ടായിരുന്നു, നല്ലപോലെ ശമിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷെ വീണ്ടും ഇപ്പോൾ രാത്രിയായപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഒരു തുള്ളിക്ക് ഒരു 10 കുടം വെള്ളം വീതമുള്ള സൈസ് മഴയാണ്. അപ്പോൾ എല്ലാവരും റബ്ബ് കാക്കട്ടെ എന്ന് പറയാനാണ് എപ്പോഴും ഞാൻ പറയുമ്പോൾ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കൊന്നും മഴക്കെടുതിയിലൊന്നും നമുക്ക് ഒന്നും തടഞ്ഞു നിർത്താൻ പറ്റിയാലാത്ത കാര്യമാണ്. ഇപ്പം ഒരുപാട് ദുഃഖകരമായ കാര്യങ്ങളാണ് ഓരോ സ്ഥലത്തു നിന്നും കേൾക്കുന്നത്. മണ്ണിടിച്ചിൽ, അപകടങ്ങൾ ഒക്കെയാണ് കേൾക്കുന്നത്. എല്ലാത്തിൽ നിന്നും പടച്ച തമ്പുരാൻ കാക്കട്ടെ എന്ന് പറയാൻ മാത്രമേ എന്നെയും നിങ്ങളെയും കൊണ്ട് പറ്റുള്ളൂ. അതുപോലെ ഞാനും പറയുന്നു, എല്ലാവരും റബ്ബ് കാക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം ഞാനിന്ന് ഒരല്പം മാനസികമായിട്ട് സന്തോഷത്തിലാണ്. വെച്ചാൽ എൻ്റെ ജീവിത രീതി കൊണ്ടല്ല, മറ്റൊരു കാര്യം ഞാനിന്ന് വൈകുന്നേരം അറിഞ്ഞത് തൊട്ട് എനിക്കൊരല്പം മാനസികമായിട്ടൊരു ചെറിയ സന്തോഷത്തിലാണ് ഞാനുള്ളത്. കാര്യം അപ്പോൾ ഒരുത്തൻ്റെ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ട് ഞാൻ സന്തോഷിക്കുകയല്ല, പക്ഷേ ഞാനത് പറഞ്ഞപ്പോൾ അത്രത്തോളം അത് ഒരു കാര്യപ്രാപ്തിയിലെടുത്തില്ലായിരുന്നു. ഇപ്പം വന്ന ആൾക്കാർക്ക് അത് സംഭവിച്ചപ്പോൾ അത് ഒരു കാര്യപ്രാപ്തിയോളം വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങളോടും പറഞ്ഞു തരാം. ഇന്ന് ഞാൻ ജോലി എന്താണെന്ന് ചോദിച്ചാൽ തുണിയൊക്കെ തിരുമ്പാനുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കഴിയില്ല. വെച്ചാൽ ഇവിടെ ഇടാനുള്ള സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. മഴ വന്നു കഴിഞ്ഞാൽ ആറാനിടുന്ന സ്ഥലത്തുനിന്ന് വെള്ളം പെരേൻ്റെ ഉള്ളിലോട്ടും തെറിച്ച് വീഴാറുണ്ട്. അതിൻ്റെ മുകളിൽ ഡ്രസ് വർക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പം മറ്റുള്ള വാർപ്പും ഇങ്ങോട്ട് നീട്ടിയല്ല എടുത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ ഗ്യാപ്പിൽ കൂടി നമ്മുടെ പെരേൻ്റെ ഉള്ളിലോട്ട് ആ ആറാനിടുന്ന സൈഡിൽ നിന്ന് ഉള്ളിലോട്ട് വെള്ളം വീഴാൻ സാധ്യതയുണ്ട്. ഞാൻ നാളെ ഈ വീട് ഫുള്ള് നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഇരുന്ന സമയത്ത് പണികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമസ്കാരങ്ങളൊക്കെ കഴിഞ്ഞിവിടെ ഇരിക്കണ നേരത്ത് എനിക്കൊരു കോള് വന്നു. 2-3 കോള് രാവിലെ വന്നിട്ട് ഞാൻ എടുത്തില്ല. ഒന്നാമത് ഇവിടെ റേഞ്ച് ഇല്ല. രണ്ടാമത്തെ കാര്യം, ആ ബാധിക്കാൻ പോയി നിന്നാൽ ഡ്രസ് വർക്ക് ഉള്ളത് കൊണ്ട് പൊക്കത്തുനിന്ന് വെള്ളം വീഴുമ്പോൾ പടാന്ന് വീഴുമ്പോൾ നമുക്ക് ഇടങ്ങേറാണ്. കോള് വിളിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്, നമുക്കും ഭയങ്കര ഇടങ്ങേറാണ്. വെച്ചാൽ ഈ ഒച്ച കൊണ്ട് അവരുടെ ശബ്ദവും നമുക്ക് കേൾക്കാൻ പറ്റില്ല, നമ്മുടെ ശബ്ദം അവർക്കും കേൾക്കാൻ പറ്റില്ല. ഈ ഡ്രസ് വർക്കിൽ അതിന് മാത്രം ഒച്ചയിലല്ലേ വെള്ളം വീഴുന്നത്. ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അലൂമിനിയം
പിന്നെ ഡ്രസ് വർക്കിൽ. അപ്പം അതിൽ വെള്ളം വീണാൽ ഭയങ്കര ഇടങ്ങേറാണ്. അപ്പം ഞാനത് കാരണം എടുക്കാൻ പോയില്ല. പിന്നെ എന്നാണെന്ന് വെച്ചാൽ എന്തെങ്കിലും അവിടുത്തെ കുറവുകൾ പറയാനാണ് വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പം ഇന്നിപ്പം ഇച്ചിരി മുൻപ് ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ വീണ്ടും അതിൻ്റെ മിസ് കോൾ കണ്ട്, എനിക്ക് പകരം നിന്ന സ്ത്രീയുടെ മിസ് കോൾ കണ്ട്. അപ്പം നമ്മൾ അത്രയും വിളിച്ചപ്പോൾ നമ്മൾ എടുക്കുന്നത് ഒരു മനുഷ്യൻ എന്നുള്ളൊരു നിലയ്ക്കല്ല, ഒരു മനുഷ്യത്വം എന്നുള്ളൊരു നിലയ്ക്ക് അതൊരു ബുദ്ധിമുട്ടാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എടുത്ത് അപ്പോൾ വോയിസാണ് കോളല്ല, വോയിസായിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞത്, ഇത്താ ഞാൻ നിങ്ങളെ 2 പ്രാവശ്യം രാവിലെ വിളിച്ചിരുന്നു. ഇത്താന്നല്ല, സിജി എന്നാണ് വിളിച്ചത്. എന്നേലും 1 വയസ്സിന് പ്രായം കൂടുതലാണ് അവർക്ക് 52 വയസ്സുണ്ട്, എനിക്ക് 51 വയസ്സുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, സിജീനെ വിളിച്ചിരുന്നു രാവിലെ 2 വട്ടം. സിജി എടുത്തില്ല. വിളിച്ചാണ് രാവിലെ 2 വട്ടം വിളിച്ചതാണ്. സിജി എടുത്തില്ല. അപ്പം ഞാൻ അങ്ങോട്ട് വോയിസ് വിട്ട്. ഇവിടെ ഭയങ്കര റേഞ്ചിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, റേഞ്ചിൻ്റെ നെറ്റൊന്നും കിട്ടിയാല. അപ്പം അതുകൊണ്ട് എനിക്ക് വിളിച്ചാൽ ചിലപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയെന്ന് വരികയില്ല, എടുത്താലിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയെന്ന് വരികയില്ല. നിങ്ങൾ പറയണത് ചിലപ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റും, ഞാൻ പറയണത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയല്ല. അപ്പം അതുകൊണ്ട് നിങ്ങളോർക്കും ഞാൻ മനഃപൂർവ്വം എടുക്കാത്തതാണെന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരരുത്. വെച്ചാൽ ഇതാണ് കാര്യം എന്ന് ഞാൻ അവർക്കൊരു സമാധാനം ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പം എന്നോട് വെച്ച് അമ്മയുടെ കുളിക്കണ കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കാനാണ്. അപ്പം മിനിഞ്ഞാന്ന് ഞാൻ അമ്മേനെ കുളിപ്പിച്ചിട്ടാണ് ഞാൻ ഇന്നലെ അവർ വന്നത്, ഉച്ചയ്ക്ക് വന്നത്. അപ്പം ഇന്നലെ ഞാൻ ഇറങ്ങിയല്ല. അപ്പം ഇന്നലെ അമ്മക്ക് കുളിയില്ല, ഇന്നാണ് അമ്മക്ക് കുളിയുള്ളത്. അപ്പം തുണികളൊക്കെ ആറാനിട്ട് ഉണങ്ങി കാണും. അപ്പം ഞാനത് മടക്കി വെക്കാതെയാണ് പോകുന്നത്. എന്താ വെച്ചാൽ ഉണങ്ങാനുണ്ടാവും, ചില മഴയല്ലേ, നല്ലപോലെ ഉണങ്ങൂല്ല. അപ്പോൾ ഇറക്കണ വെയിലിൻ്റെ ചൂട് പൊക്കത്താവുമ്പോൾ ഈ അലൂമിനിയം പിന്നെ ഡ്രസ് വർക്കിൻ്റെ ചൂടും പൊക്കത്തു നിന്നുള്ള താഴത്തു നിന്നുള്ള കാറ്റൊക്കെ കൊണ്ടത് ഉണങ്ങിക്കോട്ടെന്ന് ഓർത്തിട്ട് ഞാൻ എടുത്ത് വെക്കാതെ പോകുന്നത്. അപ്പം അതെങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ അവരോട് ഞാൻ എല്ലാ കഥകളും കാര്യങ്ങളും അമ്മയുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത്. അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലാകണില്ല, മനസ്സിലാകാത്ത ഒരു അവസ്ഥയാണ് അവർക്കുള്ളത്. എനിക്കൊക്കെ 1-2 വട്ടം പറഞ്ഞു തന്നാൽ എനിക്കൊക്കെ പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് മനസ്സിലാവും അത് ഇന്നതാണെന്നുള്ളത്. 3ാമതേ ഞാൻ ചോദിക്കാൻ ഇടവരുത്തിയേല ആരോടാണെങ്കിലും. പിന്നെ നമുക്ക് കേട്ടില്ലെങ്കിൽ മാത്രമേ അതെന്താണെന്നുള്ളത് ചോദ്യം വീണ്ടും അവിടെ വരുന്നുള്ളൂ ഞാനാണെങ്കിൽ. അപ്പോൾ ഇവരെന്നോട് ചോദിച്ചു ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ആദ്യമേ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്താണ്. ഗുളിക എടുത്തൊരു 4-5 വട്ടം കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ അത് മനസ്സിലാക്കാനിട്ടായിരിക്കും, കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എടുത്തില്ല. അപ്പോൾ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇച്ചിരി വൈകുന്നേരമൊക്കെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എണ്ണ അവിടെ ബാത്റൂമിലുണ്ട്. എണ്ണ കുറച്ച് നിറകെ വെച്ച് കൊടുക്കണം, കുറച്ചെടുത്ത് തലയിൽ എല്ലായിടത്തും പുരട്ടി കൊടുക്കണം. കയ്യിലും കാലയിലും ഒക്കെ ഇങ്ങനെ ചുളിവാണ്, ഇവിടെയൊക്കെ ചുളിവാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മസാജ് ചെയ്ത് ഇങ്ങനെ തേച്ച് ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ തേച്ച് കൊടുക്കണം. കാലിൻ്റെ വയറിൻ്റെ താഴത്ത് തൊട്ട് കാലിൻ്റെ പെരുവിരൽ വരെയും 2 കാലിലും കുറച്ച് എണ്ണ തേച്ച് കൊടുക്കണം. മുതുകത്തും ഒക്കെ ഇച്ചിരി എണ്ണ തേച്ച് കൊടുക്കുക. നമ്മൾ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കും പോലെ തന്നെയാണ്, അങ്ങനെ തന്നെ ചെയ്യണം. അത് വെള്ളത്തിന് ഒരുമാതിരി എല്ലാം ഒരു നല്ലവണ്ണം ചൂട് വേണം നമുക്ക്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ബാക്കും ഫ്രണ്ടും ഒക്കെ അമ്മ തന്നെ തേച്ചോളും. അപ്പോൾ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണം. ചമ്മ തേച്ച് കഴിഞ്ഞാലും അമ്മ എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല വിനയത്തിന് അമ്മ കഴുകൂല. അപ്പം നമ്മൾ ഒന്ന് മെനക്കാക്കണം, നമുക്ക് കയ്യെത്താത്തടമൊക്കെ. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്താണ് കുളിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, നമ്മുടെ അമ്മമാരെ നമ്മളെങ്ങനെയാണ് വയ്യാതായിക്കഴിഞ്ഞാൽ നമ്മൾ കുളിപ്പിക്കണത് അതുപോലെ തന്നെയാണ് അമ്മേനും ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞു കൊടുത്തേച്ച് ഞാൻ പോകുന്നത്. അല്ലാണ്ട് രോഗിയല്ലേ നമുക്ക് കാശ് മാത്രം മതി, അല്ലെ കാശ് മാത്രം നോക്കിയാൽ മതി എന്നൊന്നും അല്ല നമ്മൾ പറഞ്ഞു കൊടുത്തേച്ചും പോകുന്നത്. നമ്മളുടെ വീട്ടിലുള്ള നമ്മുടെ അമ്മേനെ നമ്മളെങ്ങനെയാണ് നോക്കണത് അതുപോലെ തന്നെ. ഒരു കുഞ്ഞാണിപ്പോൾ അവർ 85 വയസ്സുള്ളൊരു കുഞ്ഞാണ്. 75 വയസ്സ് പിന്നെ ഒരു മാസമോ 2 മാസം അല്ല 1 വയസ്സോ 2 വയസ്സൊക്കെയുള്ള മക്കളെപ്പോലെ തന്നെയുള്ള ഒരു സ്വഭാവത്തിലേക്കാകും 60 വയസ്സ് കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പോഴത്തെ 60 വയസ്സ് കഴിഞ്ഞാൽ അങ്ങനെയല്ല. എന്നാലും നമ്മുടെ മക്കളെ നോക്കുമ്പോൾ നമ്മുടെ അമ്മമാരെ ഉമ്മാമാരെയൊക്കെ നോക്കുമ്പോൾ തന്നെ നോക്കണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത്. പക്ഷെ അവർ വീണ്ടും ഇന്ന് എന്നെ വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ല. അപ്പം ഇച്ചിരി മുൻപ് ഞാൻ അറിഞ്ഞ് അവിടെ നല്ല യുദ്ധമാണ്. ചളി ഇന്നലെ ഞാൻ ഇറങ്ങിയതിന് ശേഷം അമ്മ എന്താ പറയണ്ട ടോയ്ലറ്റിൽ പോകാനുള്ളതെല്ലാം പെരേൻ്റെ ഉള്ളിൽ പോയി
ബെഡിലും അവിടെ എവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. ആ സ്ത്രീ നിലത്തിരുന്നിട്ടില്ല, മഴയുമല്ലേ അവിടെ, അതിന് മാത്രം പിന്നെ കിടക്കയിൽ വിരിക്കാനുള്ള വിരിപ്പും കാര്യങ്ങളൊന്നും ഇല്ല. രണ്ട് മൂന്നെണ്ണം ഉണ്ട്. അതിങ്ങനെ അടിക്കടി നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഉണങ്ങാനായിട്ടുള്ള രീതിക്ക് വെയിലില്ലല്ലോ. പിന്നെ വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കിയിട്ട് ഇടാന്ന് വെച്ചാൽ വാഷിംഗ് മെഷീൻ ചള്ളാണ്. അപ്പം അതൊക്കെ കൊണ്ട് അവരാകെ ഇടങ്ങേറായിപ്പോയി. പിന്നെ ഞാൻ എന്തോ ഒരു അല്പം പിന്നെ അഴുക്ക് കല്യാണിയുടെ ബാത്റൂമിലേക്ക് കഴുകുകയോ എന്തോ ചെയ്തെന്നും പറഞ്ഞ് അമ്മയുടെ ബാത്റൂമിൽ അമ്മ ഇരിക്കുകയല്ലേ, അപ്പം എന്തോ ഒരു അഴുക്ക് കല്യാണിയുടെ ബാത്റൂമിൽ ഇട്ടെന്നും പറഞ്ഞ് കല്യാണി ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പം കല്യാണി മിണ്ടുന്നില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പം ആ പെണ്ണ് എന്നെ വിളിച്ചിരുന്നു. അപ്പം ഞാൻ ഓഫീസിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓഫീസിലേക്ക് വിളിച്ചല്ല, ഞാൻ അവിടെ ചെന്ന് ഞാൻ ഓഫീസിലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഡയപ്പർ തരാൻ പറയണം. രാത്രിയിൽ 2:30-ക്ക് 3 മണിക്ക് വെളുപ്പിന് 3 മണിക്കൊക്കെ ഞാൻ ഇങ്ങനെ ടോയ്ലറ്റിൽ പോകാനുള്ളതെല്ലാം ഞാൻ പെരേൻ്റെ ഉള്ളിൽ നിന്നും പിന്നെ ഇതിൽ നിന്നും ഒക്കെയാണ് ഞാൻ എടുക്കുന്നത്. നടന്ന് ബാത്റൂമിലും ടോയ്ലറ്റിലൊക്കെ പോകുന്ന അമ്മയാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് എന്നെ അങ്ങോട്ട് വിട്ടത്. അപ്പം ഇത്രയും നടക്കണേലും കഷ്ടമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അമ്മ ചില സമയത്തൊക്കെ ഉള്ളത്. വെച്ചാൽ അമ്മ അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. ഞാൻ അമ്മേനെ കുറ്റം ഒരിക്കലും പറയുകയില്ല. വെച്ചാൽ ഞാനത് ചെയ്തതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു പുകഴ്ത്തി എന്നെ പറയുകയല്ല. ഞാനിപ്പോൾ ഈ ഒരു മാസം 9-9.5 മാസത്തോളം ഞാൻ അവിടെ നിന്നിട്ടാണ്, 9 മാസത്തോളം ഞാൻ നിന്നിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു സെപ്റ്റംബർ 10-ാം തീയതി ഞാൻ ചെന്ന് അവിടെ കയറിയതാണ്. അടുത്ത സെപ്റ്റംബർ 10-ാം തീയതി വരുമ്പോൾ 1 വർഷമായി. അതിനിടയ്ക്ക് ഞാൻ ഒരു 1.5 മാസം ഞാൻ ലീവ് എടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലയോളം ഞാൻ അവിടെ കണ്ടുകൊണ്ടാണ് ഞാൻ നിന്നേച്ചത്. പക്ഷേ എനിക്കത് സഹിക്കാതെ പിന്നെ ചെയ്യാതെ നിവർത്തിയില്ല. എനിക്ക് വേറെ പോകാനിടയില്ല. ഇപ്പോഴല്ലേ ഈ വീട് ഇപ്പോൾ ഒരു 2 മാസമായിട്ടാണ്, 3 മാസമായിട്ടാണ് ഈ വീട് ഞാൻ നിലവിലെടുത്തേക്കണത്. മറ്റത് എനിക്ക് പോകാൻ വേറെ സ്ഥലമില്ല. എന്ത് തന്നെയാണെങ്കിലും ഞാനത് അവിടെ കിടന്ന് സഹിച്ചേ പറ്റത്തുള്ളൂ. പക്ഷേ എനിക്കിപ്പോഴും അതുപോലെ തന്നെ എനിക്ക് പണിയെടുക്കാതിരിക്കാൻ പറ്റിയാൽ എനിക്ക് മാസം തോറും വാടക കൊടുക്കണ്ടേ. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 2 ആഴ്ചക്കുള്ളിൽ ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് കയറാമെന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വൈഫൈ എടുക്കണോ വേണ്ടതെന്ന് ചിന്തിക്കണത്. വെച്ചാൽ ഇവിടെ തീരെ നെറ്റ് കിട്ടാത്ത സ്ഥലമാണ്. വൈഫൈ മേടിച്ച് വെച്ചാൽ കിട്ടുമോ ഇല്ലയെന്ന് അറിയത്തില്ല. ആ കാശും എൻ്റെത് പോകും. പിന്നെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ പിന്നെ അവർക്ക് വാടക കാശ്, ഈ വൈഫൈയുടെ ഫീസും കൊടുക്കണം. അപ്പം എന്ത് ചെയ്യണമെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ട് എനിക്കറിയത്തില്ല. അപ്പം ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തതാണ്. ഇന്ന് ആഗസ്റ്റ് 3-ാം തീയതി എന്നും പറഞ്ഞ്, തിങ്കളാഴ്ച എന്നും പറഞ്ഞ് ഇന്നലെ രാത്രി ചെയ്ത വീഡിയോയാണ്. അത് ഇന്ന് വെളുപ്പിനെ തൊട്ട് അപ്ലോഡ് ആക്കിയിട്ടാണ് ഇച്ചിരി മുൻപ് അത് യൂട്യൂബിലേക്ക് കയറ്റാൻ പറ്റിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്ന് തന്നെ അവർ പിൻവലിച്ച് കളയും. ചിലവർക്ക് മുൻപും പിൻപൊന്നും നോക്കണ്ട. അവർക്ക് ലക്ഷങ്ങൾ കോടിക്കണക്കിന് വീഡിയോസ് ഓരോരുത്തരതും ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഈ സിജിയുടെ തുക്കട വീഡിയോയിൽ നോക്കി ഒരു യൂട്യൂബറിന് ഇരിക്കേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു സാഹചര്യം. അപ്പം ഇന്ന് ആ കുട്ടി പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് പോകാൻ ബുദ്ധിമുട്ടാണ് സിജി, പിന്നെ ഞാൻ ഓഫീസിലേക്ക് നാളെ കൂടി ഇങ്ങനെയാണ് ഈ അമ്മയുടെ. അപ്പം ഇന്നലെ ടോയ്ലറ്റിൽ പോകേണ്ട അവസ്ഥ പെരേൻ്റെ ഉള്ളിലായിരുന്നു, ഇന്നും അതുപോലെ തന്നെ ആയിരുന്നു. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നടന്ന് ബാത്റൂമിൽ പോകണ അമ്മയാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ മുൻകൈ എടുത്ത് വന്നത്. ഇത്രയും ദൂരെ നിന്ന് അവരുടെ ഭർത്താവിനെ കൂട്ടിയാണ് അവർ വന്നത്. അപ്പം ഇത്രയും ദൂരെ നിന്ന് വന്നത്. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ എനിക്ക് നിന്ന് പോകാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഡയപ്പർ തരണം, അല്ലാതെ എനിക്ക് പറ്റത്തില്ലെന്ന് പറയും. അപ്പം അങ്ങനെ ആണെങ്കിൽ നാളെ കൂടി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓഫീസിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ഒന്നെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ മാറും, ഇതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഡയപ്പർ തന്നാൽ ഞാൻ നിൽക്കും എന്ന് ഇന്നാ മോള് പറഞ്ഞ്. അപ്പോൾ ഇന്ന് അവിടെ ചെറുതായിട്ട് പ്രശ്നങ്ങൾ തുടങ്ങി എന്ന് ഞാൻ അറിഞ്ഞ്. എന്നുവെച്ചാൽ വേണം അങ്ങനെ, എന്താന്ന് ഞാൻ അത്രക്ക് പടച്ചവനോട് ദുആ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ കാശ് എന്നാ 2000 രൂപ വീതം ഈ 8-10 മാസം പറ്റിച്ച ആ ഒരു ചിന്തയുടെ പുറത്ത് എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. ഞാൻ പടച്ചവനോട് ഓരോ നേരവും മനസ്സിലിപ്പം പറയുന്നത് അങ്ങനെ പറയും, പടച്ചവനോട് നമസ്കരിക്കുമ്പോൾ ദുആ ചെയ്യണം അങ്ങനെയും പറയുന്നുണ്ട്. അത്രക്ക് ദയനീയമായ ഒരു അവസ്ഥയിലല്ലേ എൻ്റെ ജീവിതം ഉള്ളത്. അന്നേരം എന്നെ അങ്ങനെ പറ്റിച്ചപ്പോൾ പിന്നെ പറയാനുണ്ടാ. അപ്പം ഞാൻ എന്താ ഉള്ളതാണ് പറയേണ്ടത്? ഞാൻ അങ്ങനെ തന്നെ പടച്ചവനോട് പറയുന്നുണ്ട്. വെച്ചാൽ പിന്നെ നമുക്ക് നേരെ വണ്ണം ഒരു
ഭക്ഷണം ഞാൻ അവിടെ എൻ്റെ വിശപ്പിനുള്ള ഭക്ഷണം മേടിച്ച് കഴിച്ച കാശുണ്ട്. ഈ 8-9 മാസം എൻ്റെ അധ്വാനത്തിൽ നിന്നാണ് എനിക്ക് മീൻ കൂട്ടാൻ തോന്നുമ്പോൾ. മനുഷ്യനല്ലേ, നമുക്കൊരു 8-10 ദിവസം നമ്മൾ ഈ മരക്കറി കൂട്ടിയല്ലേ പച്ചക്കറി കൂട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു ഉപ്പും പുളി എരിവുള്ളത് വായിലേക്ക് വെക്കണമെന്ന് തോന്നിയാൽ നമുക്ക് കൂട്ടണ്ടേ, അല്ല കഴിക്കണ്ടേ? ഇപ്പം അവിടെ പണിക്ക് നിൽക്കാൻ വന്ന ആൾക്കാർ നമ്മളേലും കഷ്ടമാണ്. ഞാനിതൊന്നും പറയണില്ല വെച്ചാൽ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ടാവും. ചിലരൊരു കാര്യമുണ്ട്, ഒരു വീട്ടിലേക്ക് വന്നാൽ പിന്നെ വീട്ടുപണിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അവരുടെ അമ്മേനെ നോക്കാൻ നിൽക്കണതല്ല, ഞാൻ പുറത്തുനിന്ന് ഒരാൾ ചെന്നതല്ല, ഞാൻ അവരുടെ അമ്മേനെ നോക്കാൻ നിൽക്കണതാണ്. ഞാൻ ആ വീട്ടിൽ നിന്ന് കഴിക്കാണ്ട് എനിക്ക് വേറെ അവരുടെ പോയി കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അവരുടെ ചട്ടിയിട്ടും കരത്തിയിട്ടും ഒക്കെ വേവിക്കണം എനിക്ക് തരാതെ എനിക്ക് കോരി എടുത്തിട്ട് പോരാൻ പറ്റുമോ? മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ മുൻപൊക്കെ നിന്നെന്ന് പറഞ്ഞാൽ 5 പണിക്കാരി അവിടെ അടുക്കളയിൽ പണിക്ക് നിൽക്കുമ്പോൾ 5 പണിക്കാരി നിൽക്കുന്ന സമയത്താണ് ഞാൻ അവിടെ ചെന്ന് കയറുന്നത്. ആദ്യമേ കലയായിരുന്നു. കല 1.5 മാസം നിന്ന് വെച്ചാൽ അവൾ പോയി. പിന്നെ അത് കഴിഞ്ഞ് ശാന്ത വന്നു. ഞങ്ങൾ സ്വന്തം കൂടപ്പറപ്പിനെ പോലെയാണ്. കലയാണെങ്കിലും ശാന്തയാണെങ്കിലും അത് കഴിഞ്ഞ് ഡെയ്സി ആണെങ്കിലും, ഡെയ്സി എന്നും പറഞ്ഞൊരു ചേച്ചി നിന്നായിരുന്നു. ആ ചേച്ചിയാണെങ്കിലും അവർ വന്നു പോവുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബിന്ദുവിനെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തണ്ട. ബിന്ദു എൻ്റെ 2-3 വീഡിയോയിൽ ബിന്ദു ഉണ്ട്. ബിന്ദുവിനെ ഞാൻ തൃശ്ശൂർ അവരുടെ മെയിനായിട്ടുള്ള ഓഫീസിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ടതാണ്. അങ്ങനെ ബിന്ദു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെന്നാ നർമ്മണി എന്നും പറഞ്ഞൊരു ചേച്ചി, അവർ എൻ്റെ ഇവിടെ ഈ അമ്മേനെ നോക്കാനും നിന്നിട്ടുണ്ട്. നർമ്മണിയല്ല നവമണി എന്നും പറഞ്ഞൊരു ചേച്ചി. അങ്ങനെ 5 പണിക്കാരുടെ കൂടെ ഞാൻ അവിടെ നിന്നതാണ്. ഒരു ശാശി പറയേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല. നമുക്ക് ഭക്ഷണമാണെങ്കിലും അതുപോലെ തന്നെ കറികളാണെങ്കിലും ഒക്കെ നമ്മുടെ ആവശ്യത്തിന് ഒരാൾക്ക് ഇതുമാത്രം തിന്നണ്ടല്ല, അത് നമുക്ക് അവിടെ നിന്ന് തരണ്ടേ. ഇപ്പോൾ ഒരു മീൻ കറി വെച്ചാലാ അല്ലെങ്കിൽ ഒരു മീൻ പൊരിച്ചാലൊന്നും എനിക്കങ്ങനെ വലിയ കാര്യമല്ല. എന്നാലും നമ്മൾ ആ വീട്ടിൽ നിന്ന് നമുക്ക് തരാതെ നമ്മൾ എവിടെ പോയി കഴിക്കും? നമുക്ക് എപ്പോഴും കടയിൽ പോയി കാശ് കൊടുത്ത് മേടിച്ച് കഴിക്കാനാണെങ്കിൽ നമ്മൾ ഈ പണിക്ക് പോയി നിൽക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? അപ്പം നമ്മൾ 2 പേരും നമ്മൾ ആ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഞാനും ഒരു ജോലിക്കാരത്തിയാണ്, അവരും ഒരു ജോലിക്കാരത്തിയാണ്. അവരുടെ ജീവിതത്തിനും അവർ വന്ന് നിൽക്കണം, എൻ്റെ ജീവിതത്തിനും ഞാനവിടെ വന്ന് നിൽക്കണം. എൻ്റെ കയ്യിലേക്ക് കയ്യിലും കലവും കിട്ടിക്കഴിയുമ്പോൾ ഞാനങ്ങോട്ട് വലിയ രാജ്ഞിയായിട്ട് കാര്യമൊന്നുമില്ല ഉണ്ടാ ഇല്ല. അപ്പം അവിടെ അവരുടെ ചട്ടിയിട്ടും കലത്തിട്ടും വേവിക്കണത് നമുക്കും കിട്ടണ്ടേ. എനിക്ക് ദോശ വലിയ ഇഷ്ടമല്ല. ഞാൻ ദോശയാണെങ്കിൽ ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ട്, രാവിലത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് രാവിലെ 2 കഴിക്കാൻ എന്തെങ്കിലും 2 മതി. എനിക്ക് 3 തിന്നാൻ ഇഷ്ടമല്ല രാവിലെ എന്താണെങ്കിലും. അപ്പോൾ അത് പുട്ടാണെങ്കിൽ 2 കഷ്ണം പുട്ട്. ഞാൻ തിന്നണേന് കണക്ക് പറയുകയല്ല, ഞാൻ എൻ്റെ മനസ്സിലുള്ളൊരവസ്ഥ ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയും. പുട്ടാണെങ്കിൽ 2 കഷ്ണം പുട്ട്, അമ്മക്ക് 1 കഷ്ണം പുട്ട്. ദോശയാണെങ്കിൽ 3 ദോശ നമുക്ക്, പിന്നെ 2 ദോശ അമ്മക്ക്. പിന്നെ വൈകുന്നേരം ചപ്പാത്തി 2-3 ചപ്പാത്തിയാണ്. അത് എന്തെങ്കിലും രാവിലെ എനിക്ക് പുട്ടെന്ന് പറയുന്ന സാധനം എൻ്റെ കണ്ണു കയറി കണ്ടുകൂടാ. നമ്മുടെ ശീലങ്ങളൊക്കെ അങ്ങനെ ആയിപ്പോയി. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, എനിക്കായിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട. നമ്മൾ എന്തെങ്കിലും കഴിച്ച് വല്ല റസ്ക അല്ലെങ്കിൽ 2 ബിസ്ക്കറ്റ് ആണെങ്കിലും കഴിച്ചാൽ എനിക്ക് അൽഹംദുലില്ലാ അത് മതി. എനിക്ക് ഇന്നത് തന്നെ തിന്നാലേ പറ്റുള്ളൂ. പിന്നെ ഇച്ചിരി മീൻ കറി അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ ബാക്കി എന്താണേലും എൻ്റെ വായിട്ട് എന്നെ കടിക്കാത്തതെല്ലാം ഞാൻ കഴിക്കുന്ന ഒരാളാണ്. അപ്പം നമുക്ക് അവിടെ നിന്നല്ലാണ്ട് വേറെ പോയി കഴിക്കാനുള്ളൊരിടയില്ല. ചപ്പാത്തി ആണെങ്കിൽ എന്ത് ചെയ്യും? 2 ചപ്പാത്തി ചുട്ടുവച്ചും പിന്നെ 2 കഷ്ണം പുട്ട് രാവിലത്തതുണ്ടെങ്കിൽ അതിൽ നിന്ന് 1 കഷ്ണം കഴിക്കാൻ പറയും. അത് നമുക്ക് നേരം വെളുക്കുമ്പോൾ ചുടണ സാധനമാണ്. ഞങ്ങളുടെ വീട്ടിൽ ഞാനും അമ്മയും നിൽക്കുന്നിടത്തൊരു ആവി കയറ്റാൻ പറ്റിയ പാത്രങ്ങളൊന്നുമില്ല. ഇത് കൊണ്ടുവന്നേച്ച് ഈ 2 ചപ്പാത്തി കൊണ്ടുവന്നേച്ച് ഈ 1 കഷ്ണം പുട്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് തിന്നാൻ പറയും. നമുക്ക് തിന്നാൻ പറ്റാത്തത് ആൾക്കാരെന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു കിള്ളു ചോറ് കണ്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാനിതെല്ലാം തുറന്ന് പറയുകയാണ്, ഒരു കിള്ളു ചോറ് അമ്മയുടെ പങ്ക് കണ്ടിട്ടുണ്ട്. അമ്മക്ക് ഞാൻ ചോറ് കൊണ്ടുവന്ന പാത്രമൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. ആ പാത്രത്തിൽ ഒരു അരപ്പാത്രം ചോറ് കൊണ്ടുവന്നാൽ ഇത്രയുള്ളൊരു പാത്രമാണ്, പിന്നെ കാസറോള് ചെറുത്. അതിനകത്തൊരു അരപ്പാത്രം ചോറ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ശകലം ചോറ് ചിലപ്പോൾ ഞാനോർക്കും പിന്നെ തിന്നാന്നോർത്താൽ പിന്നെ ഞാൻ മറന്നു പോകും. പിന്നെ രാത്രിയിലത്തേക്ക് ആ ചോറ് കണ്ടിട്ടുണ്ടെങ്കിൽ 3 ചപ്പാത്തിയിൽ 1 കുറക്കും.
ആ ചോറ് 2 ചപ്പാത്തിയെ കൊണ്ടുവരുള്ളൂ. ആ ചോറും ഈ ചപ്പാത്തിയും കൂടി അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം നമ്മൾ രാവിലെ തിന്നിട്ടുണ്ടാകില്ല, ഉച്ചക്ക് തിന്നിട്ടുണ്ടാകില്ല അവിടെ നിന്ന്. അങ്ങനെയൊക്കെ ഒരു പണികാരത്തിയുടെ കാര്യം അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഞാനും എന്തെങ്കിലും ഒരു നിവർത്തി ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ ഇത്രയും ഈ ആലപ്പുഴയിൽ നിന്ന് കോഴിക്കോട് വന്ന് പണിയെടുക്കാൻ നിൽക്കുക. അപ്പം അതൊക്കെ ഞാനും ഒരു ജോലിക്കാരത്തിയാണ്, ആ പെൺപിള്ളെ ഒരു ജോലിക്കാരത്തിയാണ്. നമ്മൾ തമ്മിൽ നമ്മൾ മനസ്സിലാക്കണം. നമുക്കൊരു ജലദോഷം വന്നാൽ പോകാവുന്നതേ ഉള്ളൂ. എനിക്കാണെങ്കിലും അവർക്കാണെങ്കിലും ഒരു ജലദോഷം വന്നാൽ നിങ്ങൾ പൊക്കോ, ഞങ്ങൾ വേറെ ആളെ വെച്ചോളാം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമുക്കാകുന്ന കാലമൊന്നും അവിടെ അവരെ പതിച്ചു തരികയെന്നൊന്നുമില്ല. പിന്നെ അവരുടെ പണിയെടുക്കാനായിട്ട് അവർ കുറേ ചിരിച്ച് കാണിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യും. എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ ഈ 4-5 സ്ഥലത്ത് ഞാൻ ഹോം നേഴ്സായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയും വർത്തമാനം പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളൊരു വീട് ആ ഒരു വീട് മാത്രമേ ഉള്ളൂ. അത് അവർക്കാർക്കും ആഹാരത്തിന് തന്നെ അതിന് കുഴപ്പമൊന്നുമില്ല, ജോലിക്ക് നിൽക്കുന്ന ആൾക്കാർക്കാണ് പ്രശ്നം. അപ്പം ഇന്ന് തൊട്ടൊരു ശകലം തുടങ്ങിയിട്ടുണ്ട്. അത് മുന്നോട്ട് അങ്ങനെ തന്നെ ആവുള്ളെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അത് ഒറ്റടിക്ക് പോണ കാര്യമൊന്നുമില്ല, ഒരു നടക്ക് പോണ കാര്യമൊന്നും അല്ലത്. അപ്പം ശരി മക്കളെ, എനിക്കിതൊന്നും നിങ്ങളോട് പറയണമെന്ന് തോന്നി, അതാണ് ഞാൻ വന്നത്. അസ്സലാമു അലൈക്കും.